വചനമൊഴി കൈത്താക്കാലം 6-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 8:1-11, ഉത്തമഗീതം 6:1-4, വെളിപാട് 21:9-16, യോഹന്നാന്റെ സുവിശേഷം 6:16-24. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ശ്രവിക്കുന്ന വചനഭാഗങ്ങളിൽ നോഹയുടെ പെട്ടകവും ശിഷ്യന്മാരുടെ വള്ളവും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹവും സ്വർഗീയ ജെറുസലേമിലായിരിക്കുന്ന കുഞ്ഞാടിന്റെ മണവാട്ടിയെയും കാണാനാകും. ഈ വചനഭാഗങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത് തിരുസഭാ മാതാവ് തന്നെയാണ്. കഴിഞ്ഞയാഴ്ച പ്രധാനമായും തിരുവചനങ്ങളിൽ നിന്ന് നാം ധ്യാനിച്ചിരുന്നത് തിന്മയുടെ ശക്തിയെ പുറത്താക്കുന്നതിനെ കുറിച്ചും ജാഗ്രതയോടെ പ്രവർത്തിച്ച് വിശുദ്ധിയുടെ ഫലങ്ങൾ നൽകി ജീവിക്കുന്നതിനെ കുറിച്ചുമായിരുന്നു. തിന്മ പെരുകുമ്പോൾ ദൈവം മനുഷ്യകുലത്തിൽ ഇടപെടുന്നതും തിന്മയെ നശിപ്പിക്കുകയും നന്മയെ പരിരക്ഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലും ഇസ്രായേൽ ജനത്തിന്റെ അനുഭവത്തിലും ധാരാളമുണ്ടായിരുന്നു. മനുഷ്യകുലത്തിൽ തിന്മ പെരുകുമ്പോൾ ദൈവം ഇടപെടുന്നു എന്ന കാര്യം പ്രബോധിപ്പിക്കുന്നതിന് വിശുദ്ധ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന ഒരു വിവരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വെള്ളപ്പൊക്കത്തിന്റെ വിവരണം. ദൈവം തിന്മ നിറഞ്ഞ മനുഷ്യകുലത്തെ ഉന്മൂലനം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ നന്മയിൽ വ്യാപരിച്ചിരുന്ന നോഹിനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതും ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതുമാണ് വെള്ളപ്പൊക്ക വിവരണത്തിലെ പ്രതിപാദ്യ വിഷയം. ദൈവം നോഹയോട് ഒരു പെട്ടകം നിർമ്മിക്കുന്നതിന് ആവശ്യപ്പെടുകയും അതിൽ നോഹയെയും കുടുംബത്തെയും സർവ്വജീവികളുടെ പ്രതിനിധികളെയും സംരക്ഷിക്കുകയും ചെയ്തു. ഈ വിവരണത്തിൽ നിന്നുമുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ ദൈവവചന പ്രഘോഷണം. മനുഷ്യകുലത്തിന് തന്നെ വെളിപ്പെടുത്തുന്നതിന് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയുടെയും മനുഷ്യകുലത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത ഈശോ മിശിഹ തന്റെ ദൗത്യം തുടരുന്നതിന് സ്ഥാപിച്ച സഭയുടെയും പ്രതിരൂപമാണ് നോഹയുടെ പെട്ടകം. സഭാപിതാക്കന്മാർ നോഹയ്ക്കും കുടുംബത്തിനും സകല ജീവികൾക്കും രക്ഷ നൽകിയ നോഹയുടെ പെട്ടകത്തെ തിരുസഭയുടെ പ്രതിരൂപമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നു, വെള്ളമിറങ്ങാൻ ദൈവം കാറ്റ് വീശി എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹായെയാണ് സൂചിപ്പിക്കുന്നത്. പന്തക്കുസ്ത ദിനത്തിലും ശക്തമായ കാറ്റ് വീശുകയും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്ത അവസരത്തിലാണ് സഭ സ്ഥാപിതമാകുന്നത്. ആദിമ സഭയിലുണ്ടായിരുന്ന മതമർദ്ദനം അവസാനിക്കുന്നതിനെ വെള്ളപ്പൊക്കവും ഞെരുക്കവും അവസാനിക്കുന്നതിനോട് വിശുദ്ധ ആഗസ്തീനോസ് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ട പ്രാവ് പരിശുദ്ധ റൂഹായുടെ പ്രതീകമാണ്. ദൈവത്തിന്റെ റൂഹായാൽ നയിക്കപ്പെടുന്ന പെട്ടകത്തെയാണ് ഇവിടെ ദർശിക്കുന്നത്. ഉത്തമഗീതത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെയാണ് മണവാളനും മണവാട്ടിയുമായി അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പല അവസരങ്ങളിൽ ഇസ്രായേലിനെ ദൈവത്തിന്റെ മണവാട്ടിയായി പറയുന്നുണ്ട്. യെശയ്യാ 54:5-6, ജെറമ്യ 2:2, എസെക്കിയേൽ 16:8-14, ഹോസിയ 2:19-20. പുതിയ നിയമത്തിൽ മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് മണവാളനും മണവാട്ടിയും എന്നതിലൂടെ ദർശിക്കുന്നത്. മത്തായി 9:15, മർക്കോസ് 2:19-20, 2 കൊരിന്തോസ് 11:2, എഫേസൂസ് 5:25-33, വെളിപാട് 19:7-9-21-2. മനുഷ്യരുടെ ഇടയിലുള്ള ഏറ്റവും അന്തരംഗമുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. ഈശോയുമായി സഭയ്ക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തിന്റെ ആഴം കാണിക്കുന്നതിനാണ് വിശുദ്ധ ഗ്രന്ഥകർത്താവ് ദൈവമനുഷ്യ ബന്ധത്തെ ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നത്. വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ പറയുന്നതും മിശിഹായുടെ മണവാട്ടിയായ സഭയെക്കുറിച്ചാണ്. 12 ഗോത്രപിതാക്കന്മാരും 12 ശ്ലീഹന്മാരുടെയും പേരുകൾ കൊത്തിവെച്ചിരിക്കുന്ന സ്വർഗീയ ജെറുസലേം സഭ തന്നെയാണ്. മിശിഹായുടെ രക്ഷാകര ദൗത്യത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യകുലം പഴയ നിയമ ജനതയും പുതിയ നിയമ ജനതയും ഉൾപ്പെടുന്ന സഭാ സമൂഹമാണ്
അവിടെ ദൃശ്യമാകുന്നത്. സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്ന വചനഭാഗം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണത്തിനും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിനും ഇടയിലായാണ് യോഹന്നാൻ ശ്ലീഹ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ചതിനു ശേഷം ഈശോ പ്രാർത്ഥിക്കുവാനായി തനിയെ മലമുകളിലേക്ക് പോയി. ശിഷ്യന്മാർ കടലിൽ യാത്രയായിരുന്നു. നേരം ഇരുട്ടി, ശക്തിയേറിയ കാറ്റ് വീശി കടൽ ക്ഷോഭിക്കുന്നു. അവർ ഭയപ്പെടുന്നു. ഈശോ കടലിന് മീതെ നടന്നു വന്ന് അവരെ ശക്തിപ്പെടുത്തുന്നു. ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറയുന്നു. മിശിഹ പുതിയ ഉടമ്പടിയിലൂടെ സഭ സ്ഥാപിക്കുകയും പരിശുദ്ധ കുർബാന നൽകുകയും ചെയ്ത് പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി. ശ്ലീഹന്മാരാൽ നയിക്കപ്പെട്ട് സഭ മുൻപോട്ട് നീങ്ങി. കടലിലായിരിക്കുന്ന നൗകയും അതിലായിരിക്കുന്ന ശ്ലീഹന്മാരും പ്രതിനിധാനം ചെയ്യുന്നത് സഭാ സമൂഹത്തെയാണ്. ലോകത്തിലായിരിക്കുന്ന സഭയ്ക്ക് പ്രതികൂല സാഹചര്യങ്ങളും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകാം. കാറ്റിനും കോളിനും ഇടയിലും കടന്നുവരുന്ന മിശിഹായെ തിരിച്ചറിഞ്ഞ് അവനോടുകൂടി ആയിരിക്കുമ്പോൾ സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടുവോ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. തിരുവചനം പറയുന്നു, അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. മനുഷ്യകുലത്തിന്റെ രക്ഷയുടെ അടയാളമായി കൂദാശയായി സഭ സ്ഥാപിതമായിരിക്കുന്നു. കൂദാശകളിലൂടെ ദൈവകൃപ നൽകപ്പെടുന്നു. കാറ്റിലും കോളിലും പെട്ടുഴലാതെ മിശിഹായുടെ സഭ മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൈത്താക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോഹയുടെ പെട്ടകം പോലെ മനുഷ്യരക്ഷയ്ക്കുള്ള മാർഗമാണ് തിരുസഭ. ആത്മാവിന്റെ രക്ഷയ്ക്കും ആത്മാവിന്റെ ലക്ഷ്യമായ നിത്യജീവൻ പ്രാപിക്കുന്നതിനും മണവാളനായ മിശിഹായോട് ചേർന്ന് നിൽക്കേണ്ടതാണ് സഭ. സ്വർഗീയ ജെറുസലേമിൽ മിശിഹായോടൊത്തായിരിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. മിശിഹായുടെ കൗദാശിക സാന്നിധ്യമായ സഭയിൽ ആയിരുന്നുകൊണ്ട് വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിച്ച് കൈത്താക്കാലത്തിന്റെ ചൈതന്യത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.